ഗുഡ് മോർണിംഗ്, ഹാവ് എ നൈസ് ഡേ ഡിയേഴ്സ്. അപ്പോൾ ദിസ് ഈസ് ഫ്രൈഡേ മോർണിംഗ് വ്ളോഗ്. ശരിക്കും അതൊരു ഷോർട്ട് വീഡിയോ എടുത്തതാണ് ഞാൻ. എടുത്തത് 5-6 മിനിറ്റുള്ള വീഡിയോ ആയി. അപ്പോൾ ശരിക്കും ഞാനേ ഒരു കാര്യം പറയട്ടെ, ശരിക്കും സീരിയസ് ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം. 120 ആൾക്കാരും കൂടെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ 1K ആവും. 1K ആകുമ്പോൾ നമ്മൾ ഗീവ് അവേ വീഡിയോ ഇടും. ഭയങ്കര വലിയൊരു ഗിഫ്റ്റൊന്നും ആരും എക്സ്പെക്റ്റ് ചെയ്യരുത്. ഗിഫ്റ്റിൻ്റെ വില നോക്കാൻ പാടില്ല. കാരണം എനിക്കിതിൽ നിന്നൊന്നും ഒരു വരുമാനം ഇതുവരെ കിട്ടി തുടങ്ങിയിട്ടില്ല. നമ്മൾ കിട്ടുമ്പോൾ നമ്മൾ എന്തായാലും ഒരു ബിഗ് തന്നെ കൊടുക്കും കേട്ടോ. എന്നോട് ഒരു ദിവസം എൻ്റെ ഒരു ഫ്രണ്ട് ചോദിച്ചു, നീ എന്തിനാ ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇടുന്നത്, നിനക്കിതിൽ നിന്ന് എന്ത് ഹാപ്പിനെസ്സാണ് കിട്ടണത്? എന്നിട്ട് ഞാൻ അവളോട് ചോദിച്ചു, അതെന്താ നീ എന്താ അങ്ങനെ ചോദിച്ചേ ആണെന്ന് ചോദിച്ചു. അത് നമ്മുടെ ലൈഫ് പേഴ്സണൽ ലൈഫല്ലേ, അപ്പോൾ ഒരു പ്രൈവസിയൊക്കെ വേണ്ടേ? ഞാൻ എന്നാലും അവൾ ചിരിച്ചു പറഞ്ഞു, ഞാൻ എൻ്റെ പേഴ്സണൽ ലൈഫോ അല്ലെങ്കിൽ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളും ഞാൻ സോഷ്യൽ മീഡിയ വഴി ഷെയർ ചെയ്യുന്നില്ല. എന്ത് കാണിക്കണം എന്ത് കാണിക്കണ്ടെന്ന് എനിക്കറിയാം. നീ ഇതിൽ കംഫർട്ടബിൾ ആണോ എന്നുള്ള ചോദിച്ചു. ഞാൻ കംഫർട്ടബിളാണ്, ഹാപ്പിയാണ്. എന്ന് പറഞ്ഞാൽ എന്തെന്നറിയോടാ, ഞാൻ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ പെൺകുട്ടികളോടും ഒരു കയ്യിലൊരു ഫോണുണ്ട്. നിങ്ങളുടെ വീട്ടിൽ പണി എടുക്കുന്നുണ്ട്, എനിക്കറിയാം, ഞാനും എടുക്കുന്നുണ്ടല്ലോ. അത് വീഡിയോ ചെയ്ത് എഡിറ്റ് ചെയ്യാനുള്ളൊരു ടൈം നിങ്ങൾ കണ്ടെത്തി വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ മേ ബി ലക്കിലി നമ്മൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഏണിങ്സ് കിട്ടി തുടങ്ങും. അത് നമുക്കൊരു ഫിനാൻഷ്യലി സ്റ്റെബിലിറ്റി നമുക്ക് ഉണ്ടാവും. നമ്മുടെ ലൈഫ് കുറച്ചുകൂടി സെറ്റാവൂടാ. എപ്പോഴും ഹസ്ബൻഡും വൈഫ് വർക്ക് ചെയ്യണം, എന്നാൽ മാത്രമേ നമുക്ക് ഹാപ്പി ആയിട്ട് ജീവിക്കാൻ പറ്റൂ, പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ. എനിക്ക് പേഴ്സണൽ കാര്യങ്ങളുണ്ട്, പ്രൈവസി ഉണ്ട്, ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളുണ്ട്. അപ്പോൾ അതൊന്നും ഞാനിതുവഴി കാണിക്കുന്നേ ഇല്ല. എൻ്റെ കുക്കിങ്, കുട്ടികളായിട്ടുള്ള കാര്യങ്ങൾ, അതൊക്കെയാണ്. പിന്നെ ഏട്ടനാണെങ്കിൽ വീഡിയോ ഞാൻ ചെയ്യുന്ന ആൾക്ക് ഇഷ്ടമാണ്, വേറെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ആൾക്ക് വീഡിയോ ഒരു സെൽഫി പോലും എടുക്കാൻ താല്പര്യമില്ലാത്തൊരു മനുഷ്യനാണ്. അങ്ങനൊരു മനുഷ്യനെ ഞാൻ നിർബന്ധിച്ച് എൻ്റെ വീഡിയോയിൽ കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. അത് എന്നോട് ഒരാൾ ചോദിച്ചതാണ് കേട്ടോ, അതെന്താ അവന് ഇഷ്ടമില്ല നീ വീഡിയോ ചെയ്യുന്നത്? അവന് യാതൊരു ഇഷ്ടക്കുറവും ഇല്ല കേട്ടോ. നമ്മൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്ന് പറയുമ്പോൾ ഒരു ടീമാണ്. ആ ടീമിൽ ഒരാൾക്ക് ഇഷ്ടക്കേടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യം ഹാപ്പി ആയിട്ട് സക്സസ്ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് ബാക്കിൽ നിന്ന് നല്ല സപ്പോർട്ട് തരുന്നുണ്ട്. പിന്നെ നമ്മൾ മോശമായിട്ടൊരു കാര്യമല്ലല്ലോടാ ചെയ്യുന്നത്. എന്തായാലും വീട്ടിൽ ഞാൻ കുക്ക് ചെയ്യുന്നുണ്ട്, ക്ലീൻ ചെയ്യുന്നുണ്ട്, കുട്ടികളെ നോക്കുന്നുണ്ട്. ദെൻ അതിൽ എനിക്കൊരു വരുമാനം കിട്ടുമെങ്കിൽ വായ്, എന്താ പ്രശ്നം? ഒരു പ്രശ്നമില്ല, നിങ്ങളും ചെയ്യുക. എനിക്കത്രേ പറയാനുള്ളൂ. നമ്മൾ യൂട്യൂബിൽ എന്തോരം ആൾക്കാരുണ്ടെന്നറിയോ. ഓക്കെ, അതൊക്കെ അങ്ങ് പോട്ടെ. കൂട്ടുകാരിയോട് ഞാൻ ഇത് തന്നെ പറഞ്ഞത്, ഇത് തന്നെ ഞാൻ അവളോടും പറഞ്ഞു. പക്ഷേ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നേ ഉള്ളൂ. അവളിങ്ങനെ പറഞ്ഞു എന്നും പറഞ്ഞ് ഞങ്ങൾ തമ്മിൽ പ്രശ്നമൊന്നും ഇല്ല കേട്ടോ. അല്ലെങ്കിലും നമ്മുടെ പോസിറ്റീവും നെഗറ്റീവും തുറന്ന് പറയാം, നമ്മളോട് പറയാം. അല്ലാണ്ട് വന്ന് ഞാൻ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ താഴെ, അതും ഒരു ഫ്രണ്ടെന്ന് പറയാൻ പറ്റുമോ എന്നറിയില്ല, ഒരു പുള്ളിക്കാരി വന്നിട്ട് കുറേ എൻ്റെ കൂടെ പഠിച്ച കേട്ടോ. അപ്പോൾ നമുക്ക് പേഴ്സണൽ നമ്പർ, എൻ്റെ വാട്സപ്പ് നമ്പർ വരെ ആളുടെ കയ്യിലുണ്ട്. പക്ഷെ ആൾക്ക് എന്തുകൊണ്ടോ ആ ഒരു വീഡിയോയുടെ താഴെയാണ് കമൻറ്റ് ഇടാൻ ഇൻട്രസ്റ്റ് ഉണ്ടായത്. ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടില്ല. ഐ തിങ്ക് ഒരു കുറച്ച് മാസങ്ങൾക്ക് മുന്നേയുള്ള വീഡിയോയിൽ അത് അങ്ങനെ തന്നെ കിടപ്പുണ്ട്. ചില ആൾക്കാർ അങ്ങനെയാണ്, എന്താ പറയല്ലോ നമ്മൾ, പല ജനം ബഹുവിധം, അങ്ങനെന്താ. അതൊക്കെ പോട്ടെ ഗൈസ്. എനിക്കിവിടെ യുദ്ധക്കളം ഒരുങ്ങുകയാണ് ഗൈസ്. രാവിലെ ചെക്കൻ അലമ്പാണ്. തേങ്ങ ഒരു മുറിയല്ല, ഒരു തേങ്ങ ഞാൻ അവന് ചിരകി കൊടുത്തു കഴിഞ്ഞാൽ അതത്രയും അവൻ കഴിക്കും. അതത്രയും അവനിഷ്ടമാണ് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം ഞങ്ങൾ കൊഞ്ചാണ്. ആൾ കരഞ്ഞ് സൈഡായി, അടി ഇടി പിണക്കം ഒക്കെയാണ് ഗൈസ്. കുടിക്കാൻ കൊടുത്തൊരു ഗ്ലാസ് പാലിനെ സിങ്ങിൽ കൊണ്ട് ഒഴിച്ച് കളഞ്ഞ്. അപ്പം ഞാനൊരു അടി കൊടുത്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഗൈസ്, എൻ്റെ ദോശക്കല്ല് നോൺ സ്റ്റിക്കിൽ ഞാൻ 2 ദിവസം മുന്നേ ചപ്പാത്തി ഉണ്ടാക്കി. എനിക്ക് വേറെ ദോശക്കല്ലില്ല. അത് വേറെ എന്തോ ഒരു മെറ്റലായിരുന്നു. അതുകൊണ്ട് അതിങ്ങനെ പൊടിഞ്ഞ് ഇളവിപ്പോയി. അപ്പോൾ ഇപ്പോൾ നിലവിൽ എനിക്കിത് മാത്രമേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ ദോശ ഇളവണില്ല. എനിക്ക് വരുന്ന ദേഷ്യം ഉണ്ടല്ലോ, അതിനിടയിൽ അവൻ അവിടെ ഇരുന്ന് കരയാണ്. എന്തിനാണെന്നറിയോ? ദോശ ഞാൻ പിച്ചിട്ട് കൊടുത്ത്. ഇനി എനിക്കത് ഒട്ടിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇനി ഞാൻ അവന് ഉണ്ടാക്കി കൊടുക്കണം മുഴുവനായിട്ട്. ഇനി അത് കഴിക്കുകയല്ല ഗൈസ്, അത് ഒട്ടിക്കാൻ പറ്റുമെന്നാണ് അവൻ ചെക്ക് ചെയ്യണത്. എൻ്റെ ദൈവമേ, ഒരു ദിവസം കഴിഞ്ഞു പോകാനെ എന്തെല്ലാം കഷ്ടപ്പാടെന്നറിയോ. അടുത്ത പാത്രം എടുത്ത് വെച്ച് ഇരിപ്പുണ്ട്. ഇല്ല, ഇടയ്ക്ക് ഞാൻ കുറേ കട്ട് ചെയ്യുന്നുണ്ട്. ഓണോയ്സ് എടുത്തു കഴിഞ്ഞാൽ രസമാണ്. ഇവിടെ കരയാണ് ഗൈസ്. ഈ കരණ എന്തെന്നറിയോ, ആ പാത്രം കറക്റ്റ് അളവിന് ഞാൻ ദോശ വെച്ചു കൊടുത്തു. ഞാൻ ചൂടായതെന്ന് ദോശ മടക്കി വെച്ചു കൊടുത്തപ്പോൾ അത് അവന് പ്രശ്നം. അവന് ഞാൻ നിവർത്തി തന്നെ വെച്ച് കൊടുക്കണം, കറക്റ്റ് അളവിന് വെച്ച് കൊടുക്കണം. എൻ്റെ ദൈവമേ,
3 ദിവസത്തിന് മുന്നേയും നമ്മൾ മിഠായി കിട്ടൂലേ, മിഠായി തോട് നമ്മൾ പൊളിച്ചു കൊടുക്കാൻ പാടില്ല, എന്നാലും കരയും. ഇതൊന്നും കണ്ടിട്ട് വൃത്തിയില്ല എന്ന് പറയരുത്. തേങ്ങ ഇങ്ങനെ മൊത്തം പരത്തിട്ടിരുന്ന ആ ചെറുക്കനാണ് ഗൈസ്. ആ ചെറുക്കൻ ഞാൻ തുടച്ചിട്ടുന്ന സ്ഥലമാണ്. ഞാനിപ്പോൾ ഉണ്ടല്ലോ, എനിക്ക് തുടയ്ക്കുക, തൂക്കുക, അടുക്കിപ്പറക്കുക, എന്ത് ലൈഫാണല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള ലൈഫിൽ ഇത്രയും പട്ടിപ്പണി എടുക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് കുറച്ച് പൈസ മാസം കിട്ടുമെങ്കിൽ നല്ലതല്ലേടാ. അപ്പോൾ എനിക്ക് നിങ്ങളോട് ഇത്രേ പറയാനുള്ളൂ. ചൂടാണെന്ന് ഞാൻ അവനോട് പറഞ്ഞു, പക്ഷെ അവനത് മനസ്സിലായില്ല. അവൻ കുടിച്ചപ്പോൾ ചൂട്, അവനത് കുടിച്ചിട്ട് ഊതി നോക്കുകയാണ് ഗൈസ്. അയ്യോ, ഇതൊക്കെ എന്ന് ഇനി വളർന്ന് സ്കൂളിൽ പോകും, അപ്പോൾ മിസ് ചെയ്യുമായിരിക്കും അല്ലേ. എന്തായാലും ഇപ്പം അടിപൊളിയാണ് ഗൈസ്, അടിപൊളി. ഇതിനിടയിൽ ജനൽ ഫുൾ കംപ്ലീറ്റ് വലിഞ്ഞ് കയറുക, അടുക്കളയുടെ സ്ലാപ്പിൻ്റെ പുറത്ത് ചാടുക, ഇതൊക്കെ നമുക്ക് യൂട്യൂബിൽ കാണിക്കാൻ പറ്റില്ല. എന്ന് കഴിഞ്ഞാലേ അവർ നമുക്ക് കമ്മ്യൂണിറ്റി സ്ട്രൈക്ക് തരും ഗൈസ്. ഞാൻ ഇടുന്ന മിക്ക വീഡിയോസിന് എനിക്ക് കിട്ടാറുണ്ട്, ഈ ചെറുക്കൻ നിക്കറിടുക. ഞാൻ ഇട്ട് കൊടുത്തിട്ട് വീഡിയോ എടുക്കാൻ വരുമ്പോൾ അതെവിടെയെങ്കിലും ഊരിക്കളയും. ഞാൻ ഈ കഴിക്കാതിരുന്നിട്ട് 2 ദോശയിനെ ഇരുന്നിട്ട് അല്ല 200 തവണയെങ്കിലും ഞാൻ എണീറ്റാണ്. കാരണം ഇവിടെ അമ്മാതിരി പണിയാണ് നടക്കുന്നത് ഗൈസ്. ഇത് ദോശ കഴിച്ച് ഞാനൊരു മീൻ കറി വെച്ച് അതിനുശേഷം കാണുന്നതാണ്. നിങ്ങളുടെ വീട്ടിൽ കാണും ഇതുപോലത്തെ ഒരു മുതൽ. എത്ര തിന്നാൻ കൊടുത്താലും അവളത് വെച്ചിട്ട് 1 മണിക്കൂറൊക്കെ ഇരിക്കും. ഇതെൻ്റെ കുട്ടിയുടെ സാഹസികമായ ഓരോ പ്രവർത്തനങ്ങളാണ് ഗൈസ്, ഓരോ പ്രവർത്തനങ്ങൾ. ഇനിയിപ്പോൾ പോയിട്ട് ഇപ്പോൾ ഭയങ്കര ഉമ്മ വീരനായിട്ട് പറഞ്ഞു ഗൈസ്. ചവരിന്, ഡ്രസ്സിന്, അവന് ഇഷ്ടമുള്ളിടത്തെല്ലാം ഉമ്മ എടുക്കും കേട്ടോ. എൻ്റെ ട്രൈപോഡിൻ്റെ ഒരു ഉമ്മ എടുക്കണം. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇത്രയൊക്കെ ഉള്ളൂ. ബോറിംഗ് ആയിരുന്നാടാ? ബോറായാലും ഇല്ലെങ്കിലും കമൻറ്റ് ചെയ്യുക. ഇത് ഞാൻ FBയിൽ പോസ്റ്റ് ചെയ്യണോ വേണ്ട ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. FB കാണുന്നവരാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തേക്കുക. ബൈ.